ഹെയർ സ്റ്റൈല്, മാല, ഈ കണ്ണൊക്കെ അന്ന് വരച്ചത് അമ്മയാണ്? അത് അവിടുത്തെ മേക്കപ്പ് ചേട്ടന്മാരും ഉണ്ട്. അമ്മയാണ് പറഞ്ഞു ഇങ്ങനെ വരക്കണം എന്നുള്ളത്. അപ്പൊ പിന്നെ അത് പതുക്കെ ഒരു ട്രേഡ് മാർക്ക്. അപ്പൊ ആ ചുമച്ച സമയത്തൊക്കെ എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് ഈ ഗ്രൂമേഴ്സിന് ഭയങ്കര വിഷമമായിട്ടുണ്ടാവില്ല? ഭയങ്കര വിഷമായിരുന്നു. സാരമില്ല, നമുക്ക് അടുത്ത പാട്ടിന് ശരിയാക്കാം. പക്ഷെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് നിർത്താണ്ട് പാടി തീർത്തു. ടോപ്പ് സിംഗർ അടുത്ത ഇതിലേക്ക് സെലക്ട് ആയി, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. അന്ന് സെലക്ഷൻ ചെയ്ത് കൊടുത്ത പാട്ട് ഏതായിരുന്നു? പാടിക്കൊടുത്ത പാട്ട് മഞ്ഞണി പൂനിലാവ്. മഞ്ഞളി. ഓ, എനിക്ക് വയ്യ പാട്ട്. പിന്നെ തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്. എല്ലാം പഴയ പാട്ടുകളായിരുന്നു. വീണേ 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 വീണ കുഞ്ഞേ എന്നെഞ്ചിലെ താളത്തിൽ കണ്ണേ നീ കൊഞ്ചടി കൊഞ്ചടി വായ്ത്താരി. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് 3 വയസ്സ് മുതൽ പാടി തുടങ്ങിയ ഒരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. ഒരുപാട് റിയാലിറ്റി ഷോസ് വഴി നമുക്ക് നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ച് ഇപ്പോൾ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് ബേബി സ്റ്റെപ്സ് എടുത്ത് വെക്കുന്ന വൈഷ്ണവി പണിക്കരാണ് നമുക്കിന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. വെൽക്കം ചെയ്യാം. ഹലോ, നമസ്കാരം. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ. ഇപ്പൊ വലിയ കുട്ടിയായി, കൊച്ചു മിടുക്കി, ഇപ്പൊ വലിയ മിടുക്കിയായി. ഇപ്പൊ മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനിയിപ്പോ 8th പോകുന്നത്. പിന്നെ 8th സ്റ്റാൻഡേർഡിലേക്കാണ് ഇപ്പൊ പോകുന്നത്. എവിടെയാ പഠിക്കുന്നത്? ചിന്മയ വിദ്യാലയം. ചിന്മയിലാണ്. ഇപ്പൊ ഇവിടെ കൊച്ചിയിലല്ലല്ലോ അല്ലെ ബേസ്? ഇവിടെ തൃപ്പൂണിത്തുറ തന്നെയാണ്. അമ്മ വന്നിട്ട് അമ്മ ഹൈദരാബാദിലാണ് ബോൺ ആൻഡ് ബോട്ടപ്പ്. പക്ഷെ എനിക്ക് 5 വയസ്സുള്ള വരെ ഞങ്ങള് ദുബായിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്ന്. അന്നേരം ഹൈദരാബാദിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓഡിഷന്റെ ടോപ്പ് സിംഗറിന്റെ ഓഡീഷന്റെ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന. ടോപ്പ് സിംഗറിന്റെ ഓഡീഷൻ പറയുമ്പോ എത്ര വയസ്സായിരുന്നു അപ്പം? 5.5 വയസ്സ്. 5.5 വയസ്സ്. മോളെ കുറിച്ച് പെട്ടെന്ന് ആലോചിക്കുമ്പോ എനിക്ക് ആദ്യം ഓടി വരുന്ന പാട്ടാ എൻ പൂവേ എന്നുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് അല്ലേ? എസ്പെഷ്യലി ആ ഒരു ഡോള് പോലെ ആ സമയത്ത് നല്ല എന്താ പറയാ ബബ്ലി കണ്ണൊക്കെ വരച്ചെഴുതി ആ പാട്ട്. എന്താ പറയാ, അതിന്റെ ലിറിക്സ് ഒക്കെ എങ്ങനെയായിരുന്നു അന്ന്? ഇത്രയും ഫീലോടുകൂടി പാടണമെങ്കിൽ 5.5 വയസ്സെന്നൊക്കെ പറയുമ്പോ ചെറിയ കുട്ടി. അന്നും ഈ പാട്ട് ആദ്യം കിട്ടിയ ദിവസം ഞാൻ ഈ പാട്ട് കേട്ടിട്ട് ഞാൻ രാത്രി 3 മണി വരെയൊക്കെ ഇരുന്ന് കരഞ്ഞു പാട്ട് കേട്ടിട്ട്. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഈ പാട്ട് മാറ്റാം, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ലേ എന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കരയാൻ തോന്നിയത്? സീൻസും കണ്ടിരുന്നു. എല്ലാ പാട്ടും വരുമ്പോ ഗ്രൂമേഴ്സ് തന്നെ പറയും വീഡിയോ സോങ് കൂടെ കാണണം, അപ്പൊ അതിന്റെ ഇമോഷൻസ് കുറച്ചുകൂടെ മനസ്സിലാവില്ല. അപ്പൊ ഈ പാട്ട് ഞാൻ വീഡിയോ സോങ് പോലും കാണാണ്ട് ജസ്റ്റ് ഓഡിയോ കേട്ടിട്ട് ഞാൻ നല്ല കരച്ചിലായിരുന്നു. അപ്പൊ എനിക്ക് പൊതുവെ സങ്കടപ്പാട്ടിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ്. കേട്ട് കഴിഞ്ഞാൽ കരയും. അപ്പൊ അങ്ങനെ ഇത് പഠിച്ചു പാടി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ബാംഗ്ലൂർ തിരിച്ച് ഹൈദരാബാദിൽ പോയി. തിരിച്ചു വന്നപ്പോ നല്ല പനി. എന്നിട്ട് ഞാൻ ആന്റിബയോട്ടിക് കഴിച്ചിട്ടാണ് സ്റ്റേജിൽ കയറി പാടിയത്. അപ്പൊ അതിനു മുന്നേ MG സാറിന്റെ സാർ എനിക്കൊരു മറ്റേ ഒരു എന്താ പറയാ, ഒരു എൻവലപ്പ് പോലെ ഒരു ഗിഫ്റ്റ് തന്നിരുന്നു ഒരു ഹോട്ടലിൽ പോയി കഴിക്കാൻ. അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പാടാൻ കയറിയപ്പോ എനിക്ക് എന്തോ ഭയങ്കര വിഷമം. ഞാൻ പാടി സ്വന്തമായിട്ട് കരയുമായിരുന്നു. സ്വന്തമായിട്ട് ഫീൽ ചെയ്തിട്ട് അങ്ങ് പാടി. പിന്നെ ആ പാട്ട് എനിക്ക് പണ്ട് മുതലേ കേൾക്കുമ്പോ ഭയങ്കര ഒരു വിഷമം. ആ പാട്ടിന്റെ ആ ഒരു ഭയങ്കര ഒരു വിഷമിക്കുന്ന സീനാണ്. ആ പാട്ട് പാടിക്കഴിഞ്ഞ് സിത്താരാന്റി വന്നു, ഞാനും പോയി കെട്ടിപ്പിടിച്ച് കൊറേ കരഞ്ഞെന്നിട്ട്. പക്ഷെ സ്റ്റേജിൽ വെച്ച് അങ്ങനെ അധികം കരഞ്ഞില്ല. അന്ന് ആ പാട്ട് ഫസ്റ്റ് എനിക്ക് കിട്ടിയ ദിവസം കൊറേ ഇരുന്ന് കരഞ്ഞു. പിന്നെ ആ പാട്ട് മെയിനായിട്ട് എനിക്ക് ഫീലൊക്കെ പറഞ്ഞു തരുന്ന കൂടുതലും ഗ്രൂമേഴ്സ് ആണ്. പിന്നെ വൈശാഖ് സാർ കൂടുതലും, നമ്മുടെ വൈശാഖ് സി മാധവ് സാറ് ഇങ്ങനെ എനിക്കിപ്പോ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അമ്മ പണ്ട് ബുക്ക് കൊണ്ടുവരുമായിരുന്നു. അമ്മ ലിറിക്സ് എഴുതിയിട്ട് അപ്പൊ അതിലിങ്ങനെ വരച്ച് കാണിച്ചു തരും, ഇങ്ങനെയാണ് വരണ്ടേ, സോഫ്റ്റ് വരേണ്ട അടുത്ത് ഇങ്ങനെ പാടണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോ
ഭയങ്കര ഒരു കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ റൂമിൽ ചെന്നിട്ട് അമ്മേനെ പഠിക്കേപ്പിക്കുമ്പോ അമ്മ പറയും. പിന്നെ അമ്മയുടെ അമ്മ, ഞാൻ മമ്മീന്നാ വിളിക്കുന്നത്, മമ്മി മ്യൂസിക് ഗ്രാജുവേറ്റ് ആയിരുന്നു, എന്റെ പാട്ടിലെ ആദ്യത്തെ ഗുരുവാ. അപ്പൊ മമ്മിയെ പാടിക്കേപ്പിക്കുമ്പോ മമ്മിയും പറയും ഓക്കെ കൊള്ളാം, എവിടെയെങ്കിലും ശരിയാക്കണേ മമ്മിയും പറഞ്ഞുതരും. അപ്പൊ അങ്ങനെ പാടിയൊരു പാട്ട്. ഈ പാട്ട് എന്താ പറയാ, മോൾ എത്ര ദിവസം എടുത്ത് പഠിക്കാൻ വേണ്ടിട്ട്? കാരണം ലിറിക്സ് കാണാതെ പഠിക്കാന്ന് പറഞ്ഞാൽ അന്ന് നോക്കി പഠിക്കാനുള്ള ഒരു അത്രയ്ക്ക് ആയിട്ടില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. അന്ന് എനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. കേട്ട് പഠിക്കായിരുന്നു, കുഞ്ഞിലെ മുതലേ കേട്ടാണ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടൊക്കെയാണ് ഒരു 2-3 മണിക്കൂറിൽ പഠിച്ചു തീർക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത പാട്ടാണ് ഞാനത് വെച്ചോണ്ടിരിക്കും. അങ്ങനെ ടോപ്പ് സിംഗറിൽ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത പാട്ടുകൾ. അതിൽ മെയിനായിട്ട് പറയാനുള്ള മറ്റേ ഇല്ലത്തെ കല്യാണത്തിന് ആ പാട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അറിയില്ല, അത് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്നിട്ട് അമ്മ പോയി വൈശാഖ് സാറിനോട് ചോദിച്ചു ഈ പാട്ടൊന്ന് മാറ്റി തരുമെന്ന്. അപ്പൊ വൈശാഖ് സാർ പറഞ്ഞു സാരില്ല, നമ്മളിപ്പോ മുന്നോട്ട് പോകുമ്പോ പ്ലേ ബാക്ക് സിംഗിങ് ആണെങ്കിലും ചിലപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത പാട്ട് നമ്മൾ പാടേണ്ടി വരും, അപ്പൊ നമ്മൾ പാടിയേ പറ്റൂ. ഈ പാട്ട് ഞാൻ എങ്ങനെ നോക്കിയിട്ട് ലിറിക്സ് തലയിൽ കയറുന്നില്ല. എന്നിട്ട് അവസാനം ഒരു കണക്കിന് പാടി എല്ലാം കഴിഞ്ഞ് പാടി വന്നു കഴിഞ്ഞിട്ടും എന്റെ മുഖമൊക്കെ മറ്റേ കടന്നല് കുത്തിയ പോലെ ഇങ്ങനെ വന്നിട്ട്. പിന്നെ ഇഷ്ടമുള്ള പാട്ടുകളാണ് ഞാൻ പെട്ടെന്ന് പഠിക്കും. പിന്നെ ഏതൊക്കെയായിരുന്നു ഇഷ്ടമില്ലാത്ത പാട്ടുകൾ ഉണ്ടായിരുന്നു? പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്ത പാട്ട് പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. മാച്ചിങ് കമ്മല്, പൂവ്, തലമുടിയുടെ ഹെയർ സ്റ്റൈല്, മാല, അത് അവിടുത്തെ മേക്കപ്പ് ചേട്ടന്മാരും ഉണ്ട്. അമ്മയാണ് പറഞ്ഞു ഇങ്ങനെ വരക്കണം എന്നുള്ളത്. അപ്പൊ പിന്നെ അത് പിന്നെ പതുക്കെ ഒരു ട്രേഡ് മാർക്ക്, എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കണ്ണ് വരച്ചിട്ടുണ്ടോ. അതാണ് ഫസ്റ്റ് നോട്ടീസ് ചെയ്യാ, കണ്ണിന്റെ എക്സ്പ്രഷൻസും കണ്ണിലത്തെ ഫീലിങ്സ് ഒക്കെയാണ് പാട്ടിലും കൂടെ അതിങ്ങനെ ആഡ് ചെയ്ത് പോവും. പിന്നത്തെ പാട്ട് എനിക്ക് ഇഷ്ടമുള്ളത് വീണയായിരുന്നു. എൻപൂവയ്ക്ക് മുന്നേ പാടിയിരുന്നു. അപ്പൊ എൻപൂവയ്ക്ക് മുന്നേ എല്ലാരും എന്നെ വിളിച്ചോണ്ടിരുന്ന വീണ കുഞ്ഞെന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻപൂവെന്നായി. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച റെഡ് FM-ലും ഈ എൻപൂവെ പാടിയപ്പോ എനിക്ക് കൊറേ പേര് മെസ്സേജ് അയച്ചു വീണ ഒന്ന് പാടി ഇടുവോന്നൊക്കെ. അപ്പൊ ഭയങ്കര സന്തോഷം. പാടാലോ, നമുക്ക് വീണ പാടിയിട്ട് വീണയിലേക്ക് വീണ്ടും വരാം. ഓക്കെ. വീണേ 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 വീണ കുഞ്ഞേ എന്നെഞ്ചിലെ താളത്തിൽ കണ്ണേ നീ കൊഞ്ചടി കൊഞ്ചടി വായ്ത്താരി കൊഞ്ചടി കൊഞ്ചടി വായ്ത്താരി വീണേ വീണേ വീണ കുഞ്ഞേ എന്നെഞ്ചിലെ താളത്തിൽ കണ്ണേ നീ ഇങ്ങ് വേണ്ടേ ഇങ്ങിങ്ങ് വേണ്ടേ ഉമ്മ വേണ്ടേ പൊന്നുമ്മ വേണ്ടേ തങ്കക്കുടത്തിന്റെ നാമം ദോഷം തീരാൻ അമ്മ പാടാം നാവൂറ് പാട്ട് തോളിൽ മേലേക്ക് തട്ടിലാട്ടി തോരെ തോരെ ആരാരോ പാടാം നീ ഉറങ്ങിയാലോ മിണ്ടാതെ അനങ്ങാതെ മിണ്ടാതെ അനങ്ങാതെ നിന്നെയും നോക്കിയിരിക്കും നിന്നെയും നോക്കിയിരിക്കും വീണേ 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 വീണ കുഞ്ഞേ എന്നെഞ്ചിലെ താളത്തിൽ കണ്ണേ നീ. സൂപ്പർ. എന്ത് ഫീലായിട്ട് അത് പാടുന്നത്. അന്നും ഇതേപോലെ, അന്ന് പിന്നെ കുറച്ചും കൂടെ ഒരു നിഷ്കളങ്കത അതിലുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ സൗണ്ട് മാറിക്കൊണ്ട് വരുന്നതിന്റെ ഒരു ഇതില്ലേ. ഈ പാട്ട് അന്ന് പാടുന്ന പോലെ മോളിപ്പോ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്? അന്ന് പാടുന്ന ഇപ്പൊ പാടുമ്പോഴുള്ള വ്യത്യാസം? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അന്നൊക്കെ ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോ കൂടുതലും ഭയങ്കര ഓപ്പൺ ആയിട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. എന്റെ കഴുത്തൊക്കെ ഇങ്ങനെ പോയിരുന്നു, കൈ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊക്കത്തേക്കൊക്കെ കൊണ്ടുപോയിട്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു, എല്ലാം ഓക്കെ, എല്ലാം അങ്ങനെ പഠിച്ചു. അവിടെ നിന്നുള്ള ഒരു ട്രെയിനിങ്ങിന്റെ ഇതല്ലേ.
ട്രെയിനിങ്ങിന്റെ ഒക്കെ ബേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് സിംഗറിലെ ഗ്രൂമേഴ്സ് ആണ്. മെയിനായിട്ട് വൈശാഖ് സാർ. എൻ്റെ ഫീൽ എലമെന്റ്സ് കൂടുതലും വൈശാഖ് മാധവ് സാറും പിന്നെ വൈശാഖ് TK സാറും ഉണ്ട്. രണ്ട് വൈശാഖ് സാറുമാരും എൻ്റെ ഫീൽ എന്നുള്ള സംഭവം അത് കൂടുതലും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ശ്യാം സാർ, ബിമൽ സാർ, വിജയ് സാർ, എന്നെ പാട്ട് പഠിപ്പിക്കുന്ന വിജയ് സാറാണ്. അപ്പോൾ എല്ലാവരും എനിക്കിപ്പോൾ ചില സംഗതികൾ കിട്ടിയില്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞു തരും. പതുക്കെ എത്ര തവണയാണെന്ന് വെച്ചാലും പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ കൂടുതലും അവിടുന്ന് കിട്ടിയൊരു ട്രെയിനിങ്ങിന്റെ ബാക്കിയാണ് ഇപ്പോഴും ഞാൻ പാടുന്നത്. അതെ അതെ, അന്ന് പാടിയതിന്റെ ഒരു എന്താ പറയാ, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അവര് പറഞ്ഞു തന്നു. അപ്പൊ ആ ചുമച്ച സമയത്തൊക്കെ എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് ഈ ഗ്രൂമേഴ്സിന് ഭയങ്കര വിഷമമായിട്ടുണ്ടാവുമല്ലോ? ഭയങ്കര വിഷമായിരുന്നു. സാരമില്ല, നമുക്ക് അടുത്ത പാട്ടിന് ശരിയാക്കാം. പക്ഷെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് നിർത്താണ്ട് പാടി തീർത്തു. അപ്പൊ ജഡ്ജസിനും അത് ഭയങ്കര വലിയ ഫസ്റ്റ് ചുമയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അമ്മേനെയാണ് ചുമക്കണ മോളെവിടെ കരഞ്ഞു കൂട്ടണു അമ്മ. അല്ലെ, അമ്മയ്ക്ക് ഭയങ്കര ഫീൽ ആയിട്ടുണ്ടാവും. അല്ല, അമ്മയുടെ ഫീൽ കണ്ടപ്പോ തന്നെ എല്ലാ അമ്മമാരും കരഞ്ഞു എന്നുള്ളതാണ്. ഈവൻ ജഡ്ജസ് ആണെങ്കിലും. എന്നിട്ട് അത് പിന്നെ വന്നിരുന്ന് പാടിപ്പിച്ചു. ബാക്കി MJ സാറും ഞാനും കൂടെ ബാക്കി പാടി. ലാസ്റ്റിലത്തെ പോർഷൻ മാത്രമാണ്. അന്ന് നല്ല ചുമ ഉണ്ടായിരുന്നോ? അത് ആക്ച്വലി ഭയങ്കര പനിയായിരുന്നു. ഈ എൻപുവയുടെ സമയത്തും എനിക്ക് അന്നൊക്കെ പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോയില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ചുമ വന്നാൽ പോവാൻ ഭയങ്കര പാടാ. അപ്പൊ അങ്ങനെ അതിനു മുന്നേ മറ്റേ എല്ലാരും പാടത്ത് സ്വർണം വിതച്ചു ആ പാട്ടാ പാടിയിരുന്നു. അപ്പൊ അത് ഭയങ്കര ഓപ്പൺ ആയിട്ട് പാടേണ്ടത് കൊണ്ട് അതിനായിരിക്കും വരാന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ അത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയി. അപ്പൊ ഇതും ഓക്കെ പോവായിരിക്കും എന്നുള്ള രീതിക്ക് പോയി. പക്ഷെ എന്തോ കാരണം അവിടെ ചുമ വന്നു. പക്ഷെ എന്നാലും ഞാൻ നിർത്തിയില്ല. അതെ അതെ അതെ, കോൺഫിഡന്റ് ആയിട്ട് തെറ്റിച്ച് പിന്നെ അതിങ്ങനെ തെറ്റിക്കല്ല, അത് ചുമ വന്നത് കൊണ്ട് മാത്രം ലാസ്റ്റ് മിനിറ്റില്. അതേപോലെ കണ്ണ് തട്ടിന്നൊക്കെ കുറെ കമന്റ്സിൽ കേട്ടു. ഇത്രയും പാടിയിട്ട് മോൾക്ക് കണ്ണ് തട്ടിയതാണ്, ഉയിഞ്ഞിടണം എന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. അതൊരു പരിധിവരെ കറക്റ്റ് ആയിരിക്കും. ഇപ്പം ഏത് വയസ്സ് മുതലേ പാട്ട് പാടാൻ തുടങ്ങിയത്? ഞാൻ അമ്മയും മമ്മിയൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഞാൻ 9 വയസ്സൊക്കെ ഉള്ള 9 മാസമൊക്കെ ഉള്ളപ്പോ 9 മാസമൊക്കെ ഉള്ള സമയത്ത് ദുബായിലായിരുന്നല്ലോ. അവിടെ വാട്സപ്പ് ഇല്ലാത്തതുകൊണ്ട് മമ്മീനെയൊക്കെ വിളിക്കുമ്പോ സ്കൈപ്പിലാ വിളിക്കുക. അപ്പൊ സ്കൈപ്പില് മമ്മി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാട്ട് മൂളിത്തരും. അപ്പൊ ഞാനത് തിരിച്ചു മൂളിക്കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അങ്ങോട്ട് തിരിച്ച് അതേപോലെ മൂളും. അപ്പൊ അങ്ങനെയാണ് മനസ്സിലായ ഞാൻ പാട്ട് പാടുന്നു. പിന്നെ അമ്മ ഇങ്ങനെ അവിടെ വെച്ച് പാട്ട് ഇങ്ങനെ വെച്ച് തരുമായിരുന്നു. അപ്പൊ അങ്ങനെ സുരുമയൊക്കെയോമേ അങ്ങനത്തെ ഒക്കെ പാട്ടുകൾ, പഴയ പാട്ടുകൾ. അപ്പൊ അതിങ്ങനെ വെച്ചിട്ട് അടുത്ത പാട്ട് വെക്കുമ്പോ ഞാൻ പറയായിരുന്നു പിന്നെ അത് തന്നെ വെക്കാം. അങ്ങനെ കേട്ട് പഠിച്ച് കുറെ പാട്ടുകൾ അങ്ങനെ ഉണ്ട്. പിന്നെ 3 വയസ്സൊക്കെ ഒരു 2.5-3 വയസ്സൊക്കെ ആയപ്പോ മുതൽ ശരിക്കും പാട്ട് തുടങ്ങി. മമ്മി എന്നെ ആദ്യമായിട്ട് ക്ലാസിക്കല് കുറച്ചൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ മമ്മി. പിന്നെ അത് കഴിഞ്ഞ അമ്മ പാടുവോ? അമ്മ വലിയതായിട്ട് പാടില്ല, പക്ഷെ അമ്മ കുറച്ചൊക്കെ പാടും. കൂടുതലും മമ്മിയാണ് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ഗുരു. കാരണം എല്ലാത്തിലും ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ ആണെങ്കിലും എന്ത് പാട്ട് ഫേസ്ബുക്കിലാണെങ്കിലും ഇടാനാണെങ്കിലും ആദ്യം മമ്മീനെ കേൾപ്പിച്ചിട്ട് മമ്മി ഓക്കെ പറഞ്ഞാലേ അത് ഇടുള്ളൂ. അപ്പൊ അങ്ങനെ ആയിരുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും മമ്മിയാണ് മെയിൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ പോലെ. പണ്ടത്തെ പാട്ട് ജാനകിയമ്മയുടെ പാട്ടുകളാണ് കൂടുതലും. ജാനകിയമ്മയുടെ പാട്ടുകളാണ് കൂടുതലും. ജാനകിയമ്മയുടെയും ഇളയരാജ സാറിന്റെയും പാട്ടുകളാണ് പാടിയിരിക്കുന്നത്. ഈ റിയാലിറ്റി ഷോയിലേക്ക് എങ്ങനെയാ വന്നത്? ലൈക്ക് ടോപ്പ് സിംഗർ ഫസ്റ്റ് റിയാലിറ്റി ഷോ. മറ്റേ അതിന് മുന്നേ റിയാലിറ്റി ഷോ അല്ല, അതൊരു കോൺടെസ്റ്റ് പോലെ മറ്റേ വോയിസ് ഓഫ് യു ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ അമ്മ കണ്ടിട്ട് എന്റെ പാട്ട് അയച്ചു കൊടുത്തപ്പോ ഓക്കെ അവര് വന്നോളാൻ പറഞ്ഞ. അപ്പൊ അങ്ങനെ പാടിയതാണ്. പിന്നെ ടോപ്പ് സിംഗറിൽ ഇങ്ങനെ ഓഡീഷന്റെ എനിക്ക് ഈ AR റഹ്മാൻ സാറിന്റെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പൊ എനിക്ക് 3.5 വയസ്സുള്ളപ്പോ അവിടെ ലുലു ഗ്രൂപ്പിന്റെ AR റഹ്മാൻ സാറിന്റെ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ ചിന്ന ആസൈ 3 ലാംഗ്വേജ് പാടിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് AR റഹ്മാൻ സാറിന്റെ കൂടെ പാടാം കാണാം എന്നുള്ള ആ ഒരു സംഭവമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ എനിക്ക് ഗോൾഡൻ ടിക്കറ്റ് കിട്ടി. അതിന്റെ കൂട്ടത്തില് ലുലു ഗ്രൂപ്പിന്റെ ഒരു സീനിയർ മെയിൻ ആള് എനിക്കൊരു ഡോൾ ഹൗസ് തന്നു. അതിപ്പോഴും എന്റെ വീട്ടിലിരിക്കുന്നു. അമ്മ കളയാന്നൊക്കെ പറഞ്ഞു. അത് ആക്ച്വലി പൊട്ടിയൊക്കെ ഇരിക്കുക, പക്ഷെ എന്നാലും അത് മെമ്മറിക്ക് അവിടെ. അപ്പൊ
ഈ ഷോയിന്റെ അന്ന് നമുക്ക് എ റഹ്മാൻ സാറിനെ കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പോയത്. പക്ഷെ നമുക്ക് ജസ്റ്റ് സാറിന്റെ പാട്ട് കേൾക്കാനേ പറ്റുള്ളൂ, കൂടെ പാടാനോ കേൾക്കാനോ കാണാനോ പറ്റിയില്ല. അപ്പൊ അന്ന് ഞാൻ കുറെ ഇരുന്ന് കരഞ്ഞു. മറ്റേ ശ്വേതാ മോഹൻ മാം ആണ് അവിടെ ചിന്ന ചിന്ന അസൈവാട്, എന്നിട്ട് എനിക്ക് പാടണം എന്ന് പറഞ്ഞ് ഞാനന്ന് കുറെ കരഞ്ഞു. അപ്പൊ അന്ന് അങ്ങനെ കരഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സിന്റെ ഫസ്റ്റ് മറ്റേ പ്രൊമോയില് ഓഡിഷന്റെ പ്രൊമോയില് എ ആർ റഹ്മാൻ സാറിന്റെ ഫോട്ടോ ആയിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടപ്പോ എന്നാ പിന്നെ പോയി നോക്കാന്നുള്ള രീതിക്ക് അയച്ചു കൊടുത്തു. അല്ല, പാട്ട് അയച്ചു കൊടുത്തു അങ്ങനെയല്ല, നേരിട്ട് പോയി ഇവിടെ വന്ന് ഓഡിഷൻ കൊടുത്തു, സെലക്ട് ആയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓഡിഷൻ കൊടുത്തിട്ട് പിന്നെ വിളിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞ് എന്റെ മാമന്റെ കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങള് വീട്ടില് രാത്രി കരണ്ടൊക്കെ പോയിട്ടിരിക്കുമ്പോ അമ്മയ്ക്ക് കോള് വന്നു. സോണി ടിവിയിൽ മറ്റേ വിഘ്നഹർത്ത ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു, പിന്നെ കൃഷ്ണന്റെ വരുമായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പഴയ കാലത്തെ ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഞാൻ അമ്മേനെ അച്ഛനെയൊക്കെ മാതാശ്രീ പിതാശ്രീ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. ഈ ഡിവോഷണൽ സോങ്സ് ഒരുപാട് മോള് പാടിയിട്ടില്ലേ? ഉണ്ട്, മനോരമ മ്യൂസിക്കിന് വേണ്ടിയിട്ട് കുറെ പാടിയിട്ടുണ്ട്. ഏതൊക്കെ പാട്ട്, ആർക്കൊക്കെ ഏതൊക്കെ പാട്ട് പാടിക്കുന്നത്? അലൈപ്പായുധേ, എന്നതവം, മഹാഗണപതി, മാനസ സഞ്ചരരെ, പിന്നെ കന്നഡയില് മൂകാംബിക ദേവിയുടെ ഒരു പാട്ട് പാടി, അയ്യപ്പന്റെയും പാടി, ഭാഗ്യാദലക്ഷ്മി ഭരമ, ഐഗിരി നന്ദിനി, ഭോശംഭോ. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങിയല്ലേ, എന്നെഞ്ചിലൂറും ഈ പാട്ടിൽ